ഞായറാഴ്ച എനിക്ക് മടിയുള്ള ദിവസമായിട്ട് ഞാനങ്ങനെ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അരി ഉഴുന്നും ഒന്നും അരച്ച് വെച്ചിട്ടില്ല കേട്ടോ. എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള മൈൻഡാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഗോതമ്പ് ദോശ ഇങ്ങ് ഉണ്ടാക്കി എടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടാണ് അതിൻ്റെ കൂട്ടത്തിൽ കറിയൊന്നും ഉണ്ടാക്കാൻ വയ്യായിരുന്നു കേട്ടോ. കാരണം ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നേരം മീനൊക്കെ കറി വെക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഉള്ളിച്ചമ്മന്തി പോലെ അങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പാക്കിക്കാണെങ്കിൽ എന്ത് കൊടുത്താലും അങ്ങ് കഴിച്ചോളുവേ. അത് വേണം ഇത് വേണമെന്നൊന്നും ബഹളമില്ല കേട്ടോ. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷമേ. അത് കഴിഞ്ഞിട്ട് ഇന്ന് മീനാണെങ്കിൽ ഞാനിങ്ങനെ തേങ്ങ ഇങ്ങനെ വറുത്തരച്ച് വെക്കത്തില്ലേ, അതേ കൂട്ട് വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചായിരുന്നേ. അങ്ങനെ തേങ്ങയുടെ ചൂടെല്ലാം അവിടെ ഇരുന്ന് നാറട്ടെ. ആ സമയം കൊണ്ട് മീൻ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യാവേ. നമുക്കാണ് അവിടെ നിന്ന് അവർ വെട്ടി തന്നെയാണ്, എങ്കിലും നമ്മുടെ വക ഒരു ക്ലീനിങ് ഉണ്ടല്ലോ. അന്നേരം ഞാൻ പെട്ടെന്ന് തന്നെ മീനൊന്ന് കഴുകി വൃത്തിയായിട്ട് എടുക്കുമായിരുന്നേ. ഇതിൽ കൂടുതലും മീൻ ഞാൻ എടുത്തങ്ങ് വറക്കത്തേ ഉള്ളൂ കേട്ടോ. കറി വെക്കാൻ കുറച്ചേ എടുക്കത്തുള്ളൂ. കുഞ്ഞിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ കറി വെക്കും. പിന്നെ എനിക്ക് ചാറ് ഇഷ്ടമാണ്. അന്നേരം ഞാൻ വെട്ടിക്കൊണ്ട് നിന്നപ്പോഴത്തേക്ക് കുഞ്ഞ് ഓടി വന്ന് നോക്കാൻ വരുമായിരുന്നേ. അങ്ങനെ മീനെല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ പെട്ടെന്ന് തന്നെ കറി വെക്കുവാണ്. അങ്ങോട്ടൊരു ചട്ടി വെച്ചിട്ട് കുറച്ച് കടുക് ഇടുവേ ഞാൻ. അതിനകത്തോട്ട് കുറച്ച് ഉള്ളിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവേ. അങ്ങനെ ഉള്ളിയെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ തേങ്ങയും കൂടെ അരച്ചിട്ട് ആ അരപ്പോടെ ചേർക്കുന്നുണ്ട്. അതിനകത്തോട്ട് ഞാൻ പുളിവെള്ളവും കൂടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, കുടംപുളി. അങ്ങനെ അരപ്പെല്ലാം തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ മീനും കൂടെ അതിനകത്തോട്ട് പെറുക്കിയിടുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് കുരുമുളക്, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, പെരുംജീരകം, ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് ചതച്ചിട്ട് അതിനകത്തോട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇടുന്നുണ്ടായിരുന്നു. എന്നിട്ട് അരപ്പെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ മീനിലോട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ മീനും കൂടി എടുത്തൊന്ന് വറക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് മീൻകറി തന്നായിട്ട് കഴിക്കുന്നത് ഇഷ്ടമില്ല കേട്ടോ. അന്നേരത്തേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഒന്ന് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മിയിട്ട് പെട്ടെന്ന് ഒന്ന് തോരൻ വെച്ചെടുക്കുമായിരുന്നു. പിന്നെ ഞാൻ കുമ്പളങ്ങി അവിടെ മോരുകറി വെക്കാൻ വേണ്ടിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിനകത്തോട്ട് കുറച്ച് തേങ്ങയും ജീരകവും മഞ്ഞപ്പൊടി എല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് തൈരും കൂടെ ഒന്ന് മിക്സിക്കകത്തോട്ട് അടിച്ചെടുത്ത് അതും കൂടെ ഒന്ന് കടുക് വറുത്തെടുക്കുന്നുണ്ടായിരുന്നു. നേരത്തേക്ക് ഏകദേശം ഉച്ചയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ ചോറും മോരുകറിയും മീൻ കറിയും, പിന്നെ അവനാണ് മീൻ വറുത്തി അങ്ങനെ കഴിക്കത്തില്ല കേട്ടോ. പിന്നെ ബീട്രൂട്ട് തോരൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാം കൂടെ എടുത്തിട്ട് അവന് ഞാൻ ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ കുഞ്ഞിനോട് എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോൾ സൂപ്പറാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവൻ ചോറെല്ലാം വാരി തിന്നുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഓടിപ്പോയിന്ന് കുളിച്ചിട്ട് വന്നിട്ട് ഞാനും ചോറ് കഴിക്കുമായിരുന്നേ. അന്നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അന്നേരം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അന്നേരം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.